ഏവർക്കും നമസ്കാരം. ശിവോത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിങ്ങിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ട ഒരു സന്ദേശമായിട്ടാണ്. ഈ ഒരു സന്ദേശം തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ്. ഇത് നിങ്ങളുടെ ലൈഫായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക. റെസൊനേറ്റ് ആവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് വിട്ടേക്കാം കേട്ടോ. സാധാരണ ഒരു റീഡിങ് ഒരു പോസിറ്റീവ് ഒരു മെസ്സേജ് കേൾക്കുന്ന ഒരു തരത്തിൽ നിങ്ങളെടുത്ത് അതിനെ വിട്ടാൽ മതി. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതൊരു ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാരോട്ട് റീഡിംഗ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിലിംഗ്, ചൈൽഡ് ഹീലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ 3 ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ മൂകാംബിക ദേവിയാണ്, സെക്കൻഡ് വൺ വിഷ്ണുമായ സ്വാമിയാണ്, തേർഡ് കൊടുങ്ങല്ലൂരമ്മയാണ്. നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. കണ്ണടച്ച് നന്നായി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ് ചെയ്ത് മനസ്സിൽ പതിയുന്നൊരു രൂപം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഏത് ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറയുന്നു ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ എടുക്കാൻ തോന്നിയേക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മെസ്സേജുകൾ കേൾക്കാവുന്നതാണ്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കാം. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ മെസ്സേജ് നിങ്ങൾക്ക് റിസണേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്കിയുള്ള 2 ഏതെങ്കിലും ഒരു ഫോട്ടോ തീർച്ചയായിട്ടും വീണ്ടും ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ടും ഷെയറായിട്ടും കമൻറ്റായിട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ 3 ഫോട്ടോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ ഭഗവാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നിപ്പിക്കുന്നു അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, ശേഷം കേൾക്കുക. ഫസ്റ്റ് ഫോട്ടോ മൂകാംബിക ദേവിയുടെ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്, അമ്മ ഈ സമയത്ത് നിങ്ങളടുത്ത് പറയുന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫെമിനൈൻ എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ട്രൂ നേച്ചറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ അളക്കാനാവാത്ത അത്രയും പവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ പവറിനെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ പല കാര്യത്തിനും നിങ്ങളുടെ തന്നെ ആവശ്യങ്ങൾക്ക് പലരെയും ആശ്രയിക്കേണ്ടെന്നല്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അമ്മയുടെ ആ ഒരു പ്രസൻസ്, ചൈതന്യം, ശക്തി, എല്ലാം അനുഗ്രഹം എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്നിട്ടും നിങ്ങൾ പുറത്തേക്കാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് തേടാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അമ്മയിൽ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മെസ്സേജ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലെ സൗന്ദര്യമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ ലേഡീസിൻ്റെ മാത്രമല്ല ജെൻസിനും കണക്റ്റ് ആവുന്നതാണ്. ഇതൊരു ജെൻഡർ ബേസ് ആയിട്ടല്ല, ഒരു വ്യക്തിയിൽ തന്നെ ഫെമിനൈൻ മാസ്കുലൻ എനർജി അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു എനർജിയാണ് നിങ്ങൾ കണക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ, സെൻസിറ്റിവിറ്റി, ബ്യൂട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ ഫോഴ്സുമായിട്ട് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രകൃതിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രപഞ്ചശക്തി അമ്മയുടെ രൂപത്തിൽ ആദിപരാശക്തിയായിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, പലതരത്തിലുള്ള ഗൈഡിങ് ഫോഴ്സസ് നിങ്ങളെ നയിച്ചു കൊണ്ട് പോകുന്നതാണ് ഈ ഒരു സമയത്ത്. അതിന് പകരം നിങ്ങളെവിടെ കണക്ട് ചെയ്യുന്നതിന് പകരം വറി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് ഒന്നിനും പരിഹാരമാവില്ല എന്നുള്ളൊരു എനർജിയാണ് ലഭിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ളൊരു സമയമാണ്. നിങ്ങൾക്ക് ആവശ്യം സെൽഫ് കോൺഫിഡൻസ് ആണ്. ഈ സെൽഫ് കോൺഫിഡൻസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിലേക്ക് നിങ്ങളെ തീർച്ചയായിട്ടും ആ ഒരു ശക്തി പവർ നയിച്ചു കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, ഡിവൈൻ ലവ് ആണ് വീണ്ടും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഡിവൈൻ ഒരു ബ്യൂട്ടിക്ക് ശേഷം ലവ് ആണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഡിവൈൻ ലവ്, ആ ഒരു അമ്മയുടെ പ്രസൻസ്, ആ ഒരു ചൈതന്യമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അതിനെ പ്രകൃതി തീർച്ചയായിട്ടും നിങ്ങളെല്ലാ തരത്തിലും സഹായിക്കുന്നതാണ്. സെൽഫ് റെസ്പെക്റ്റ് കാണിക്കുക. നിങ്ങളോട് തന്നെ സെൽഫ് റെസ്പെക്റ്റ് കാണിക്കുക. എവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ ഉത്തരം സ്വയം അവനവനോടുകൂടി തേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളിത് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. ചിലർക്ക്, വളരെ ചുരുക്കം ചിലർക്ക് ഒരു അമ്മയാവാനുള്ള ഭാഗ്യം, നിങ്ങൾ ചിലപ്പോൾ വളരെ നാളുകളായിട്ട് ഒരു അമ്മയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ ഒരു
കുട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു എനർജി തീർച്ചയായിട്ടും വന്ന് കണക്ട് ചെയ്യാനുള്ളൊരു സമയമാണ്. സോ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു സൗഭാഗ്യം വരുന്ന 6 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത്തരത്തിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂകാംബിക അമ്മയെ കണക്ട് ചെയ്യുക. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, ചിലർക്ക് അത്തരത്തിലുള്ളൊരു സന്തോഷ വാർത്ത ലഭിക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ചിലർക്കൊരു പുതിയ ജന്മമായിരിക്കാം. അതായത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സാഹചര്യങ്ങൾ, വിഷമത്തിൽ കൂടെയൊക്കെ കടന്നു വന്നതിന് ശേഷം പുതിയൊരു റീബർത്ത് ആയിരിക്കാം ചിലർക്ക്. അതായിരിക്കാം ഒരു ഫെമനൈൻ പവർ അല്ലെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി എന്നൊരു കാർഡ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണോ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിൽ എടുക്കാൻ ശ്രമിക്കുക. പുതിയ ഐഡിയാസ് ചിലർ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം, ചില ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, ഇപ്പോൾ ഒരു പ്രൊജക്റ്റിലേക്കുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, എന്തു തന്നെയായാലും നിങ്ങളിൽ ഈ ഒരു സമയത്ത് വിശ്വാസം അർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു ഫെമനൈൻ പവറിലേക്ക് കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ ഒരു അവേക്കൺ പവർ. പലർക്കും ഒരു ന്യൂ അവേക്കണിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൽ കൂടി കടന്നു പോകുന്ന ചിലരുടെ എനർജി ഫീൽ ചെയ്യുന്നു. ചിലർക്ക് ഒരു പുതിയ അവേക്കണിങ് സംഭവിക്കുകയാണ്. ഓൾഡ് പാറ്റേൺസ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നതാണ്. അവിടെയാണ് ഒരു റീബർത്ത് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അതിന് നിങ്ങളാണ് ഷേപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, മറ്റ് പുറത്തുനിന്ന് നമ്മൾ എന്ത് തേടിക്കഴിഞ്ഞാലും അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പ് കിട്ടില്ല. നിങ്ങളാണ് അതിന് ഷേപ്പ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളാണ് അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അതിനുള്ള ഒരു കഴിവും സപ്പോർട്ടും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് വീണ്ടും വീണ്ടും ലഭിക്കുന്ന ഒരു എനർജി. ഓക്കെ, തീർച്ചയായിട്ടും ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ളൊരു ഭാഗ്യം അടുത്ത് തന്നെ വരുന്നതാണ്. ചിലർ ഒരു പുതിയ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനൊരു അവസ്ഥ ചിന്തിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും അതിന് പറ്റിയൊരു സിറ്റുവേഷൻസാണ്, സമയമാണ്. കാരണം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ആ ഒരു സരസ്വതി ദേവിയുടെ ബ്ലെസ്സിങ്സ് കൂടി കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണോ തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള എനർജി ഇൻവെസ്റ്റ് ചെയ്യുക. അത് തീർച്ചയായിട്ടും സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഈ ഒരു സമയം. പലർക്കും ഒരു സെൽഫ് ഡൗട്ടാണ്, വേണോ വേണ്ടയോ, നടക്കുമോ, ഇങ്ങനെയുള്ള പല ചിന്തകളും കാരണം നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടാവാം. ചിലർക്കൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്ത് തന്നെയായാലും കുഴപ്പമില്ല. നിങ്ങൾ പതിയെ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് വിജയത്തിലെത്തുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു സ്റ്റക്കായിട്ടുള്ള എനർജി അധികം വൈകാതെ തന്നെ സ്റ്റക്കായിട്ടുള്ള എനർജി മാറി നിങ്ങൾ ഒരു പവറിലേക്ക് ഉയർന്നു വരുന്നതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഈ ഒരു മെസ്സേജ്, അമ്മയുടെ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് റിസണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ, സ്വാമിയുടെ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നത്, ഈ ഒരു കാർഡ് സെലക്ട് ചെയ്താൽ, ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ശരി ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടാതെ ഒരു വിഷമിക്കുന്നൊരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങളിലേക്ക് കണക്റ്റ് ആവണം എന്നുണ്ടാവും. പക്ഷേ എവിടെ തുടങ്ങണമെന്നറിയാതെ നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. പോകുന്ന വഴി കറക്റ്റാണോ എന്നുള്ളൊരു വിഷമം നിങ്ങളെ ബാധിക്കുന്നുണ്ടാവാം. ഓക്കെ, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടാൻ നിങ്ങൾ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളൊരു പുതിയ ഡയറക്ഷനിലേക്ക് എത്തുന്നതാണ്. നിങ്ങളെ തന്നെ നയിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ ഒരു സമയത്ത്. പ്രപഞ്ചശക്തികളുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. പലർക്കും ഒരു സ്വപ്നത്തിൽ കൂടി ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടെന്നാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഉറക്കത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്, മെഡിറ്റേഷൻ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ള ചില ഇൻഫർമേഷൻസ് ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സോ അതുമായിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് എന്താണെന്ന് ഓർമ്മയില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും ചിലപ്പോൾ. അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളത് എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അത്തരത്തിലുള്ളൊരു സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് എഴുത്തിൽ കൂടി അത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജാണ് ലഭിക്കുന്നത്. എവിടേക്കോ നിങ്ങൾക്ക് സ്വാമിയുടെ പ്രസൻസ് ലഭിക്കുന്നുണ്ടാവാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില സൗണ്ടുകൾ അല്ലെങ്കിൽ ഒരു സൂചനകൾ, അല്ലെങ്കിൽ നിങ്ങൾ വെച്ച കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തൊരു സിറ്റുവേഷൻ ഈ സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾ വെച്ച അതേ സാധനം അതേ സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മക്കുറവായിട്ടൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു സൂചനയാണ്, നിങ്ങൾക്ക് എവിടേക്കോ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇൻഡയറക്റ്റ്ലി ലഭിക്കുന്നത്. ഓക്കെ, അതുമായിട്ട് കണക്ട് ചെയ്യുക. പ്രാർത്ഥിക്കുന്ന സമയത്ത്, സ്വാമി വിളിക്കുന്ന സമയത്ത് എവിടേക്കോ നിങ്ങളുടെ പേരുകൾ വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുക, ഒരു സൂചന അനങ്ങുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുക. ഇതൊക്കെ ഭഗവാന്റെ ഒരു പ്രസൻസാണ് നിങ്ങളിലേക്ക് കാട്ടിത്തരുന്നത്. ഓക്കെ. ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളിൽ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ പവറുള്ള ആൾക്കാരാണ് നിങ്ങൾ. പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്നാണ് നിങ്ങളോടുള്ളൊരു ചോദ്യം. ഓക്കെ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് പ്രപഞ്ചശക്തികൾ. നിങ്ങൾ വളരെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പ്രസൻസ്, സാന്നിധ്യം, അല്ലെങ്കിൽ ആ ഒരു സറണ്ടറിങ് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തെത്തും. നിങ്ങൾക്കൊരു ഒരു ഒരു കോമ്പസിൻ്റെ എനർജിയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ മൈൻഡ് വളരെ ഷാർപ്പായിരിക്കേണ്ട ഒരു സമയമാണ്. ചുറ്റിനുമുള്ള പല കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു കണ്ണ് വയ്ക്കുക, മനസ്സിൻ്റെ കണ്ണ് വയ്ക്കുക. അതായത് എപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ അലേർട്ടായിരിക്കുക, അവെയർ ആയിരിക്കുക. നിങ്ങളെ സംബന്ധിച്ചിട്ട് പല ചോയ്സസ്, പല പോസിബിലിറ്റീസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം എന്ത് ചെയ്യണം എന്നുള്ളത്. സോ നിങ്ങളുടെ ഗൈഡൻസ്, ഇന്നർ ഗൈഡൻസുമായിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ. ചില ആൾക്കാരുടെ സാന്നിധ്യം, പ്രസൻസ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണാൻ സാധിക്കുന്നു. ഓക്കെ. മേ ബി നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗുരു സാന്നിധ്യമായിരിക്കാം. എന്ത് തന്നെ ആയാലും അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചില പ്രസൻസ്, ചിലപ്പോൾ അത് ഭഗവാന്റെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ. അപ്പോൾ അത്രയും ഫീലിങ്സ് ആണ്, അത്രയും ഒരു പവർഫുൾ എനർജിയാണ് നിങ്ങളിലേക്ക് കാണാൻ സാധിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ പവർ കൂടുതലുള്ള നിങ്ങൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്കുള്ള ചില സീക്രട്ട് അൺലോക്ക് ചെയ്യപ്പെടുവാണ്. അബൻഡൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അളവറ്റ ധനം, ലോട്ടറി സൗഭാഗ്യം പോലുള്ള കാര്യങ്ങൾ, ചിലർക്ക് മാരേജ് ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എന്താണോ നിങ്ങളുടെ ആവശ്യം, അത് ഭഗവാന്റെ അടുത്ത് ഒരു മടിയും കൂടാതെ നിങ്ങൾ ചോദിക്കുക, ആവശ്യപ്പെടുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. കാരണം നിങ്ങൾ ചോദിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു എനർജിയാണ് ലഭിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക, നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും ചോദിക്കുക. അത് ന്യായമായിട്ടുള്ള ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ സാധിച്ച് കിട്ടുന്നതാണ്. ഓക്കെ. വിധിയെ പഴിച്ചിട്ട് ജീവിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ. മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വിധിയെ നിങ്ങൾ മാറ്റേണ്ട ആൾക്കാരാണ്. ഓക്കെ. ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യുക നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ കോമ്പസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നിർണ്ണയിക്കുക. വഴി കിട്ടാതെ അലയേണ്ട ആവശ്യമില്ല. ഓക്കെ. താങ്ക് യു. ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യുക നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് കേട്ടോ. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്ത കൊടുങ്ങല്ലൂരമ്മയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നതൊരു ടൈമാണ്. എനിക്ക് തോന്നുന്നു ഒരു ഡിവൈൻ ടൈം ആയിരിക്കണം നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വരുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ഉള്ളൊരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ യൂണിവേഴ്സിൻ്റെ പല കാര്യങ്ങളും ശരിക്കും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റിയുള്ള ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. അതിനുള്ളൊരു ഡിവൈൻ ടൈമിംഗ് അധികം വൈകാതെ തന്നെ നിങ്ങൾക്കൊരു സന്ദേശമായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളിനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തിനാണ് ഒരു ജന്മം എടുത്തതെന്നുള്ള പല ചിന്തകൾ നിങ്ങൾക്കുണ്ടാവും. ഓക്കെ. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ത് തന്നെ ആയാലും അത് തന്നെ നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങളുടെ ഒരു സോൾ പർപ്പസായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ. നിങ്ങൾ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലരും ഒരു ചതിയിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം. പലരും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് സപ്പോർട്ട് തരുമെന്ന് വിചാരിച്ച ആൾക്കാർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം. ഓക്കെ. പക്ഷേ അതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. മുജ്ജന്മ കർമ്മഫലമായിട്ട് ലൈഫിൽ ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത്. ഈ ഒരു ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും അമ്മയിലേക്ക് സറണ്ടർ ചെയ്യുക. ഒരു ഡിവൈൻ റിതം, കംപ്ലീറ്റ് സറണ്ടർ ഒക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു പൂർണ്ണമായിട്ടൊരു സറണ്ടർ തീർച്ചയായിട്ടും നിങ്ങളുടെ പാത്ത് ക്ലിയറാക്കി തരും, നിങ്ങളുടെ വഴി ക്ലിയറാക്കി തരും. അതിനാവശ്യം നിങ്ങൾക്ക് ക്ഷമയാണ്. ഈ ഒരു സമയത്ത് ക്ഷമ തന്നെയാണ് വീണ്ടും വന്ന് കണക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡിവൈൻ ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള സമയമുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വരുന്നൊരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വാല്യൂ തരാത്ത ആൾക്കാരിലേക്ക് വന്ന് വീണ്ടും പോയി യാചിക്കരുതെന്നുള്ളൊരു സന്ദേശമാണ്. അതായത് നിങ്ങളുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്തവരുടെ മുമ്പിൽ ഇനി അങ്ങോട്ടേക്ക് യാചിക്കാൻ പോകരുത്. ഇത് എത്ര പേർക്കുള്ളൊരു മെസ്സേജാണെന്ന് എനിക്കറിയില്ല.
അവർക്ക് വേണ്ടിയിട്ട് ഇനി ലൈഫിൽ ഒരല്പം പോലും നിങ്ങൾ സമയം കളയേണ്ടതില്ല. നിങ്ങളുടെ സമയത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് വന്ന ഒരു സമയത്തിൻ്റെ ഒരു വാല്യൂ കാണാൻ സാധിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് സമയം നിങ്ങൾ കളയേണ്ടതില്ലെന്നാണ് മെസ്സേജ്. വീണ്ടും അവർ നിങ്ങളിലേക്ക് വന്ന് കണക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. മാപ്പ് കൊടുക്കുന്നതിന് മുന്നേ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിലുണ്ടായ ദുഃഖത്തിന് അതിനപ്പുറത്തേക്ക് വലിയൊരു സന്തോഷം ലഭിക്കാനുള്ളൊരു മൊമെൻ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പല തരത്തിലും പലപ്പോഴും ഒരുപാട് നെഞ്ചുരുകി വിളിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ കൊടുങ്ങല്ലൂർ നടയിൽ ചെന്നിട്ട് വിഷമിച്ച് കരഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ഒരിക്കലും പാഴായിട്ടില്ലെന്നൊരു സന്ദേശമാണ് ലഭിക്കുന്നത്. വളരെ കണ്ണ് നിറയുന്ന സന്ദേശമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഓരോ പരീക്ഷണത്തിനെയും ക്ഷമയോടുകൂടി നേരിടുക. അതിനൊരു ഡിവൈൻ ടൈം ഉണ്ടെന്നുള്ള സന്ദേശം തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കണ്ണുനീരൊരിക്കലും അമ്മ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും അതിനൊരു സമയത്ത് നിങ്ങൾ അർഹിക്കുന്നതിനപ്പുറത്തേക്കുള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രപഞ്ചശക്തികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. പക്ഷേ കാത്തിരിക്കണം, ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഈ ഒരു സമയവും കടന്നു പോകും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ കടന്നു വരുന്നതാണ്. ഒരു കോസ്മിക് ഡാൻസ്, ഒരു കോസ്മിക് എനർജി, ഒരു മിറക്കിളൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും ഒരു സമയത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ എടുക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യുക. ബുദ്ധിമുട്ടിച്ച ആൾക്കാരെ പൂർണ്ണമായിട്ടും ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക. പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് അവെയർ ആവാൻ ശ്രമിക്കുക. ലൈഫിൻ്റെ ബ്യൂട്ടി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഫോട്ടോ കൂടി അതിലെ ചില കാര്യങ്ങൾ കൂടി റെസൊണേറ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ സോൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ക്രേവ് ചെയ്യുകയാണിപ്പോൾ. എവിടെ എത്തണമെന്ന് നിങ്ങൾക്കൊരു നിശ്ചയമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ലൈഫിലൊരു ഫുൾഫിൽമെൻ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നതാണ്. പലതരത്തിലുള്ള വെല്ലുവിളികളും ലൈഫിൽ കുറച്ചുകൂടി നിങ്ങൾ നേരിടാനുണ്ടാവും. പക്ഷേ അതിനൊക്കെ ക്ഷമയോടുകൂടി തന്നെ നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഒരു പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അധികം വൈകാതെ തന്നെ സംഭവിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഇത് റെസൊണേറ്റ് ആക്കി കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.